ഹലോ ഹായ് ഓൾ നമസ്കാരം. എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മളിന്ന് എടുക്കുന്നത്. സോ നമുക്കറിയാം സ്റ്റെപ്സ് ഓഫ് റിസർച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ സ്റ്റെപ്സ് ഇൻ റിസർച്ചിലെ ഫസ്റ്റ് 5 സ്റ്റെപ്പുകളായിട്ടുള്ള റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത്, ലിറ്ററേച്ചർ സർവേ, വർക്കിംഗ് ഹൈപ്പോത്തസിസ് ഡെവലപ്മെൻറ്റ്, റിസർച്ച് ഡിസൈൻ, അതുപോലെ തന്നെ സാമ്പിൾ ഡിസൈനും പോലുള്ള ടോപ്പിക്കുകളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള സാമ്പിളിംഗ് എററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ആ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇനി കടക്കുന്നത് അടുത്തൊരു സ്റ്റേജിലേക്കാണ്. ദാറ്റ് ഈസ് കളക്ടിങ് ഡാറ്റ, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് കടക്കുന്നത്. സോ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് ഡാറ്റാസ് ഉണ്ട്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അങ്ങനെയുള്ള ഡാറ്റ കളക്ഷൻ്റെ ടൈപ്സുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കളക്ഷൻ ഓഫ് ഡാറ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റിനെയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒരു 2-3 വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് പാർട്ട് 1 ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ടേഴ്ഷ്യറി ഡാറ്റാസിനെയൊക്കെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എനിവേ നമുക്ക് ഫസ്റ്റ് നോക്കാം കളക്ടിങ് ഡാറ്റ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ് നമുക്ക് അതിനെ തരംതിരിക്കാം. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഒബ്സർവേഷനിലൂടെ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, ടെലിഫോണിക് ഇൻ്റർവ്യൂ, ക്വസ്റ്റിനെയർ, ഷെഡ്യൂള്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. കളക്ട് ചെയ്യുന്ന ഡാറ്റ മെയിൻലി 2 ടൈപ്പ് ആയിരിക്കും, പ്രൈമറി ആയിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡറി ആയിരിക്കാം. ഓക്കെ, ദെൻ അടുത്തത് സോഴ്സ് ഓഫ് ഡാറ്റയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പിക്ചർ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സാമിന് ഉപകാരപ്പെടും. നമ്മളെ സംബന്ധിച്ച് സോഴ്സ് ഓഫ് കളക്ടിങ് ഡാറ്റ 2 ടൈപ്പ് ഡാറ്റയാണുള്ളത്. ഒന്ന് പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റയുണ്ട്, ഒന്ന് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റയുണ്ട്. അപ്പോൾ പ്രൈമറി ഡാറ്റയുണ്ട്, സെക്കൻഡറി ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൽ നിന്നും, ക്വസ്റ്റിനെയറിൽ നിന്നും, ഒബ്സർവേഷനിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാറ്. ഓക്കെ, സോ അതിൻ്റെ സ്റ്റെപ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഓഫ് റിക്വയർഡ് ഇൻഫോർമേഷൻ, നമുക്ക് വേണ്ട റിക്വയർഡ് ഇൻഫോർമേഷൻ നമ്മൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, ഫ്രെയിമിംഗ് ദ ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഫ്രെയിം ചെയ്യണം. ദെൻ അടുത്തത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ക്വസ്റ്റിനെയർ ആൻഡ് പ്രീ ടെസ്റ്റിംഗ് ഇറ്റ്, നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റിനെയറിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് അതിനൊന്ന് പ്രീ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റിനെയർ പക്കയാണോ എന്നൊന്ന് പ്രീ ടെസ്റ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണിത് ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ക്വസ്റ്റിനെയർ, ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റിനെയർ ഇൻ ദ സെലക്ടഡ് സാമ്പിൾ, സെലക്ടഡ് സാമ്പിളിലേക്ക് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റിനെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റയിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ഡാറ്റ എവിടെ നിന്ന് കിട്ടും, ഒന്ന് ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സുകളിൽ നിന്ന് കിട്ടും. എക്സ്റ്റേണൽ സോഴ്സ് 2 തരത്തിലുണ്ട്. എന്തൊക്കെയാണ്, പബ്ലിഷ്ഡ് സോഴ്സുകളുണ്ട്, അൺപബ്ലിഷ്ഡ് സോഴ്സുകളുണ്ട്. എന്താണ് പബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറയുന്നത്? പബ്ലിഷ്ഡ് സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്സ്, അതുപോലെ തന്നെ ജേർണൽസ്, അതുപോലെ തന്നെ മാഗസിൻസ് പോലുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് ബുക്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓൺലൈൻ ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓൺലൈൻ ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിൻറ്റഡ് ബുക്സ് ഉണ്ട്, ഓൺലൈൻ ജേർണൽസ് ഉണ്ട്, പ്രിൻറ്റഡ് ജേർണൽസ് ഉണ്ട്, ഓൺലൈൻ മാഗസിൻസ് ഉണ്ട്, പ്രിൻറ്റഡ് മാഗസിൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ്, എക്സ്റ്റേണൽ സോഴ്സുകളാണ്. ദെൻ അൺപബ്ലിഷ്ഡ് എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്ന പബ്ലിഷ്ഡ് സോഴ്സ് ആണ്. അൺപബ്ലിഷ്ഡ് സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, തീസിസ് ആണ്. അതായത് തീസിസ് എന്ന് പറയുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ തീസിസ് പബ്ലിഷ്ഡ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലുള്ള UGCയുടെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ PhD ചെയ്ത ആളുകളുടെയൊക്കെ തീസിസുകൾ, പ്രബന്ധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് തീസിസ് ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏത് ഇതിലാണ്, ഷോദ് ഗംഗ എന്ന് പറയുന്ന സോഴ്സിൽ നമുക്ക് കിട്ടും. ഷോദ് ഗംഗ എന്ന് പറയുന്ന സോഴ്സിൽ നമുക്കത് കിട്ടും. അത് അൺപബ്ലിഷ്ഡ് എന്ന് എല്ലാം പറയാൻ പറ്റില്ല, എല്ലാ തീസിസ് അൺപബ്ലിഷ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ചില തീസിസുകളൊക്കെ പബ്ലിഷ്ഡ് ആണ്, ഷോദ് ഗംഗയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മിക്ക യൂണിവേഴ്സിറ്റീസിനും അവർക്ക് ഡെപ്പോസിറ്ററീസ് ഉണ്ട്, അവിടെയും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ തീസിസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എനിവേ നമ്മളുടെ സോഴ്സ് പ്രൈമറി ഡാറ്റയുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. പ്രൈമറി ഡാറ്റയിൽ നമ്മൾ ഇൻ്റർവ്യൂയിലൂടെയും ക്വസ്റ്റിനെയറിലൂടെയും ഒബ്സർവേഷനിലൂടെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യും. അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തത്. സെക്കൻഡറി ഡാറ്റ ഇൻ്റർനെറ്റ് സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ സോഴ്സിൽ പബ്ലിഷ്ഡ് സോഴ്സ് ഉണ്ട്, അൺപബ്ലിഷ്ഡ് സോഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഡാറ്റ. അപ്പോൾ നമ്മൾ പ്രൈമറി ഡാറ്റ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഡാറ്റ എന്ന് പറയുന്നത്? ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ റെഫേഴ്സ് ടു എനി കളക്ഷൻ ഓഫ് ഫാക്ട്സ്. ഓക്കെ, ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആണ്. അതായത് എന്താണോ ഫാക്റ്റുകൾ, ആ ഫാക്റ്റുകൾ കളക്ട് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് ഇൻഫോർമേഷൻ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡാറ്റ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ അല്ല, നമ്മൾ കളക്ട് ചെയ്യുന്ന ഫാക്റ്റുകൾ കളക്ട് ചെയ്യുന്നു, അതാണ് ഡാറ്റ. ആ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത്
എന്നിട്ടാണ് നമ്മൾ എന്താ ഇൻഫോർമേഷൻ ആക്കുന്നത് എന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, സോ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ റെഫർ ടു എനി കളക്ഷൻ ഓഫ് ഫാക്ട്സുകൾ കളക്ട് ചെയ്യുന്നതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ, മെഷർമെൻറ്റ് ഓർ ഇൻഫോർമേഷൻ ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ആൻഡ് അനലൈസ്ഡ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഡാറ്റ ഈസ് ദ റോ മെറ്റീരിയൽ ഫ്രം വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ആർ ഡെറൈവ്ഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാറ്റ എന്ന് പറയുന്നതാണ് അത് റോ മെറ്റീരിയലാണ്. അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഫോർമേഷനിൽ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇൻഫോർമേഷൻ എന്നുള്ളൊരു വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഡൗട്ട് തോന്നും. ഓക്കെ, ചില സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡറി ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വേറെ കുറേ ആളുകൾ, ഒരു 100 വ്യക്തികൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, ഇപ്പോൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ള ലിറ്ററേച്ചറുകളുണ്ട്. അതെന്താണ് നമ്മളെ സംബന്ധിച്ച്? അത് നമ്മളെ സംബന്ധിച്ച് ഡാറ്റയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചത് ഇൻഫോർമേഷനാണ്. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ 100 പേരുടെ ഇൻഫോർമേഷൻസിനെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഇൻഫോർമേഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതും ആ ഇൻഫോർമേഷൻ നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും? ചില സമയത്ത് ഡാറ്റയായിരിക്കും. ഓക്കെ, സോ ഡാറ്റ ഈസ് ദ റോ മെറ്റീരിയൽ. നമ്മളെ സംബന്ധിച്ച് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എന്താണ്? റോ മെറ്റീരിയലാണ്. അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആളുകളിലേക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. സോ ഡാറ്റ ഈസ് ദ റോ മെറ്റീരിയൽ ഫ്രം വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ആർ ഡിറൈവ്ഡ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് ഇൻക്ലൂഡിംഗ് നമ്പേഴ്സ്, ടെക്സ്റ്റ്, സിംബൽസ് ഓർ അതർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ നമ്പർ ഉണ്ടാവും, ന്യൂമറിക്സ് ഉണ്ടാവും, ടെക്സ്റ്റുകൾ ഉണ്ടാവും, സിംബൽസ് ഉണ്ടാവും, ഓർ അതർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ, വീഡിയോസ് ഉണ്ടാവും, ഫോട്ടോസ് ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആർ അപ്ലൈഡ് ടു ഡ്രോ മീനിങ്ഫുൾ ഇൻസൈറ്റ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡെസിഷൻ ബേസ്ഡ് ഓൺ ദ ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യും? ആ കളക്ട് ചെയ്ത ഡാറ്റേനെ ഒരു മീനിങ്ഫുൾ വേയിൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വിചാരിച്ച് എല്ലാ ഡാറ്റക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില ഡാറ്റക്ക് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നറേറ്റീവ് ഫോമിലുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ അതുകൂടി ഒന്ന് പഠിച്ചിരിക്കാം. ഓക്കെ, ദെൻ അടുത്തത് ടൈപ്പ് ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ടൈപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? ഡാറ്റ കൺസിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ മെഷർമെൻറ്റ് ഓർ വാല്യൂസ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ന്യൂമറിക്സ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്, അല്ലെങ്കിൽ വാല്യൂസ് ഉള്ളതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണിത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഡിസ്ക്രീറ്റ് ഫോമിലുമായിരിക്കാം, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫോമിലുമായിരിക്കാം. ഓക്കെ, ദെൻ അടുത്തതാണ് നെക്സ്റ്റ് ആണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സിറ്റുവേഷൻസ്, ഇവൻറ്റ്സ്, പീപ്പിൾ, ഇൻറ്ററാക്ഷൻ ഓൺ ഒബ്സർവ്ഡ് ബിഹേവിയേഴ്സ്. അതായത് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ്. അതായത് നമ്മൾ ആളുകളുടെ അടുത്ത് മനസ്സിലാക്കിയെടുക്കുന്ന, ഒബ്സർവ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, അവരുടെ ബിഹേവിയർ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അളന്നെടുക്കുന്ന, അല്ലെങ്കിൽ എന്താണ് അതെല്ലാം ടെക്സ്ച്വലായിട്ട് നറേറ്റ് ചെയ്യുന്നതാണ് ഇത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. കൂടുതൽ ടെക്സ്ച്വൽ ഡാറ്റാസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത് നോമിനലുമാണ്, അതുപോലെ തന്നെ ഓർഡിനലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റുമാണ്, കണ്ടിന്യൂസുമാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ നോമിനലുമായിരിക്കും, അതുപോലെ തന്നെ ഓർഡിനലായിരിക്കും. അപ്പോൾ നോമിനൽ ഡാറ്റ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. ഓർഡിനൽ ഡാറ്റയും എന്ത് തന്നെയാണ്? ക്വാളിറ്റേറ്റീവ് ആണ്. പക്ഷേ ഓർഡിനൽ ഡാറ്റ ക്വാളിറ്റേറ്റീവ് ആണെന്നും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നും നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തതാണ് ടൈപ്പ് ഓഫ് ഡാറ്റ സോഴ്സസ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് കളക്ഷൻ ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. മൂന്നായിട്ട് നമുക്ക് ഡാറ്റനെ തിരിക്കാം: പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ആൻഡ് ടേഴ്സറി ഡാറ്റ. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ഡാറ്റ സോഴ്സസ്, ഡാറ്റ സോഴ്സിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ഡാറ്റ. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഡാറ്റ കാറ്റഗറൈസേഷൻ: പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ടേഴ്സറി ഡാറ്റ. ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ പ്രൈമറി ഡാറ്റ ഈസ് കളക്റ്റഡ് ബൈ എ റിസർച്ചർ ഫ്രം എ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ്. ഓക്കെ, അതായത് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മളെന്താണ് ഫസ്റ്റ് ഹാൻഡ് സോഴ്സിൽ നിന്ന്, അതായത് നമ്മൾ തന്നെ ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നതാണിത് പ്രൈമറി ഡാറ്റ. റിസർച്ച് ഫ്രം എ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ് ആണ് പ്രൈമറി ഡാറ്റ. ദെൻ സെക്കൻഡറി ഡാറ്റ എന്താണ്? ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ കളക്റ്റഡ്, പ്രോസസ്ഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ സംവൺ എൽസ്. മറ്റൊരാൾ കളക്ട് ചെയ്യുകയും ആ ആൾ പ്രോസസ്സ് ചെയ്യുകയും ആ ആൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്ത് ഡാറ്റ നമ്മൾ എടുക്കുന്നു. അപ്പോൾ മറ്റൊരാൾ കളക്ട് ചെയ്ത, മറ്റൊരാൾ പ്രോസസ്സ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഡാറ്റ എടുക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയതാരാ? അവിടുത്തെ അക്കൗണ്ടൻ്റ് ആണത് തയ്യാറാക്കിയിരിക്കുന്നത്. സോ അദ്ദേഹം കളക്ട് ചെയ്ത എല്ലാ ദിവസത്തെയും ജേണൽ, ഡെയിലി ട്രാൻസാക്ഷൻസ്
എല്ലാം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു, എല്ലാം പ്രോസസ്സ് ചെയ്ത് ഡാറ്റ അദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ആ ഡാറ്റയാണ് നമ്മൾ എടുക്കുന്നത്. സോ അതെന്താണ് നമ്മളെ സംബന്ധിച്ച് സെക്കൻഡറി ഡാറ്റയാണ്. ഓക്കെ, സോ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ് ആണ്. സെക്കൻഡറി ഡാറ്റ എന്താണ്, നമ്മൾ മറ്റൊരാളുടെ സമ്മൺ എൽസിൻ്റെ പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത കളക്ട് ചെയ്ത ഡാറ്റ എടുക്കുന്നതാണ് സെക്കൻഡറി ഡാറ്റ, റാദർ ദാൻ ദ റിസർച്ചർ ഗ്യാതറിംഗ് ദ ഡാറ്റ ഫസ്റ്റ് ഹാൻഡ്. ഓക്കെ, ദെൻ അടുത്താണ് ടേർഷറി ഡാറ്റ. എന്താണ് ടേർഷറി ഡാറ്റ എന്ന് പറയുന്നത്? ടേർഷറി ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ടേർഷറി സോഴ്സ് ഓൾസോ കോൾഡ് റെഫറൻസ് വർക്ക് ഈസ് എ സോഴ്സ് ദാറ്റ് ഗീവ്സ് ആൻ ഓവർവ്യൂ ഓഫ് ഇൻഫോർമേഷൻ ഗ്യാതേർഡ് ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ് ബട്ട് ഡസ് നോട്ട് പ്രൊവൈഡ് ഒറിജിനൽ ഇന്റർപ്രിട്ടേഷൻ ഓർ അനാലിസിസ്. ഓക്കെ, എന്താണ് ടേർഷറി സോഴ്സ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ മറ്റൊരാളുടെ റെഫറൻസ് വർക്കുകളൊക്കെ എടുക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ടേർഷറി സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻസൈക്ലോപീഡിയാസ്, അതുപോലെ തന്നെ അൽമനാക്സ്, പഴയ കാലത്തെ ഏടുകളൊക്കെ എടുക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഈ ടേർഷറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രൈമറി ഡാറ്റയുടെയും സെക്കൻഡറി ഡാറ്റയുടെയും ഒരു മിക്സ് ആയിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? ഈ ടേർഷറി ഡാറ്റ എന്നും പറയാറുണ്ട്. ഓക്കെ, സോ എനിവേ എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ, എന്താണ് ടേർഷറി ഡാറ്റ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് പർപ്പസ് ഓഫ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റയുടെ പർപ്പസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൻ നോ സെക്കൻഡറി ഡാറ്റ ഈസ് അവൈലബിൾ. നമ്മളെ സംബന്ധിച്ച് സെക്കൻഡറി ഡാറ്റ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? പ്രൈമറി ഡാറ്റയിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യലാണ് നല്ലത്? എപ്പോഴും സെക്കൻഡറി ഡാറ്റ എടുക്കലാണ്, കാരണം അത് റെഡിലി അവൈലബിൾ ആണ്. പ്രൈമറി ഡാറ്റ നമ്മൾ നേരിട്ട് കളക്ട് ചെയ്തിട്ട് വേണം. സോ സെക്കൻഡറി ഡാറ്റ, വെൻ നോ സെക്കൻഡറി ഡാറ്റ ഈസ് അവൈലബിൾ, സെക്കൻഡറി ഡാറ്റ അവൈലബിൾ അല്ലേ, നമുക്ക് എന്തിലേക്ക് പോകാം? പ്രൈമറി ഡാറ്റ നേരിട്ടായിട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, വെൻ ദ അവൈലബിൾ സെക്കൻഡറി ഡാറ്റ ഈസ് നോട്ട് റെലവൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡറി ഡാറ്റ ഉണ്ട് പക്ഷെ എന്താണ്, അത് റെലവൻ്റ് അല്ല. സെക്കൻഡറി ഡാറ്റ ഈസ് നോട്ട് റെലവൻറ്റ്, അത് റെലവൻ്റ് അല്ല, ഈ കോണ്ടെക്സ്റ്റിൽ റെലവൻ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. സോ വെൻ ദ അവൈലബിൾ സെക്കൻഡറി ഡാറ്റ ഈസ് നോട്ട് റെലവൻറ്റ്, അത് റെലവൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രൈമറി ഡാറ്റയിലേക്ക് പോകാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പഠിക്കുകയാണ്, എന്താണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനോടാണ് താല്പര്യം? അവർക്ക് ഇന്ത്യയിൽ തന്നെ നിൽക്കാനാണോ താല്പര്യം, വിദേശ രാജ്യത്തിട്ട് പോകാനാണോ താല്പര്യം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് വരെ പഠിച്ച പഠനങ്ങളൊക്കെ നമ്മളുടെ കേരളത്തിൽ അതിനെ പറ്റിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡറി ഡാറ്റ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരു കേരളത്തിൽ തന്നെ ഒരു 10-15 പഠനങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡറി ഡാറ്റ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ആ സെക്കൻഡറി ഡാറ്റ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? അതിനെ ഒന്ന് മിക്സപ്പ് ചെയ്തിട്ട് ഒരു മെറ്റാ അനാലിസിസ് പോലെ എനിക്ക് ചെയ്യാവുന്നതാണ്, സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, 3 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങളെ ആ സെക്കൻഡറി ഡാറ്റ കളക്ഷനിലുള്ളൂ. ഈ 3 വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളുടെ ഇവിടെയുള്ള പോളിസീസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് മൈഗ്രേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. സോ ആ ഒരു കോണ്ടെക്സ്ച്വൽ ഡിഫറൻസ് കൊണ്ട് മുൻ പഠനങ്ങൾ ചിലപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനായിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ടാവും. ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നില്ല, ആ സെക്കൻഡറി ഡാറ്റ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇറലവൻ്റ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്തേ പറ്റുള്ളൂ, കാരണം കോണ്ടെക്സ്റ്റ് ഒക്കെ മാറി. ഓക്കെ, സോ ഞാൻ പ്രൈമറി ഡാറ്റയിലേക്ക് പോകണം. സോ വെൻ ദ അവൈലബിൾ സെക്കൻഡറി ഡാറ്റ ഈസ് നോട്ട് റെലവൻറ്റ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡറി ഡാറ്റ റെലവൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഏതിലേക്ക് പോവുക? നമ്മൾ പ്രൈമറി ഡാറ്റയിലേക്ക് പോകണം. ദെൻ അടുത്താണ് വെൻ ദ റിസർച്ച് റിക്വയർസ് സ്പെസിഫിക് ഇൻഫോർമേഷൻ. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറേയധികം ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്രൈമറി ഡാറ്റയിലേക്ക് പോകണം. കാരണം സെക്കൻഡറി ഡാറ്റ എന്താണ്, ലിമിറ്റഡ് ആണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവുള്ളൂ. സോ കുറേയധികം കാര്യങ്ങൾ, സ്പെസിഫിക് ഇൻഫോർമേഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആഴത്തിൽ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് തന്നെ പോകണം, പ്രൈമറി ഡാറ്റ തന്നെ കളക്ട് ചെയ്യണം. ദെൻ വെൻ ദ റിസർച്ച് റിക്വയേഴ്സ് എ സ്പെസിഫിക് പോപ്പുലേഷൻ, നമുക്കൊരു സ്പെസിഫിക് പോപ്പുലേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്തിലേക്ക് തന്നെ പോകണം? പ്രൈമറി ഡാറ്റയിലേക്ക് പോകണം. കാരണം സെക്കൻഡറി ഡാറ്റയിൽ എന്താണ്, ഒരു ജനറൽ സെൻസിലുള്ള റിപ്പോർട്ടുകൾ മാത്രമേ കിട്ടുള്ളൂ. സോ ഒരു സ്പെസിഫിക് പോപ്പുലേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ നമ്മൾ പ്രൈമറി ഡാറ്റയിലേക്ക് തന്നെ പോകാൻ വേണ്ടത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്താണ് വെൻ ദ റിസർച്ച് റിക്വയേഴ്സ് കൺട്രോൾ ഓവർ ദ ഡാറ്റ കളക്ഷൻ പ്രോസസ്. വെൻ ദ റിസർച്ച് റിക്വയേഴ്സ് കൺട്രോൾ ഓവർ ദ ഡാറ്റ കളക്ഷൻ പ്രോസസ്. ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ നമ്മളുടെ റിസർച്ചർക്ക് ഒരു കൺട്രോൾ വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്താണ്, ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് പോലെ നടത്താണ്. ആ റിസർച്ച് നടത്തുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരം വളരുന്നത്, ആ മരം വളരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന് കൊടുക്കുന്ന വളമാണോ അല്ലയോ, വളത്തിൻ്റെ എഫക്റ്റ് ആണോ എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡറി ഡാറ്റാസിലൂടെ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷേ എന്താണ്, വെൻ ദ റിസർച്ചർ റിക്വയർസ് കൺട്രോൾ ഓവർ ദ ഡാറ്റ കളക്ഷൻ പ്രോസസ്, ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്
നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഈ വളത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണോ മറ്റെന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, മറ്റുള്ള വേരിയബിളിനെ കൺട്രോളൊന്നും ചെയ്യുന്നില്ല. സെക്കൻഡറി ഡാറ്റ അങ്ങനെയാണ്, മറ്റൊന്നുള്ളതിന് എന്തില്ല കൺട്രോൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ സെക്കൻഡറി ഡാറ്റയിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഒരു നഴ്സറിയിൽ നമ്മൾ എന്ത് കൊടുത്തു, ഒരു വളം കൊടുത്തു. ഓക്കെ, അവരുടെ അടുത്ത് അവിടുത്തെ ഈ വളം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞു. ഓക്കെ, അവരെന്ത് ചെയ്തു, എല്ലാ ചെടികളിലും ആ വളം അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കി, അവിടെ നമ്മൾ നോക്കുകയാണ് ആ പറയുന്ന അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റുകൾക്ക് എല്ലാം എന്ത് സംഭവിച്ചിട്ടുണ്ടോ, ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ എക്സ്പെരിമെൻ്റൽ പ്രോസസ്സിൽ നമ്മൾ പങ്കാളിയാവുന്നില്ല, ജസ്റ്റ് അവിടുത്തെ സെക്കൻഡറി ഡാറ്റ മാത്രമാണ് എടുക്കുന്നത്. 6 മാസം മുമ്പ് വളം ഉണ്ടാവുന്നതിന് മുമ്പുള്ള പ്രൊഡക്ടിവിറ്റി എന്താണ്, 6 മാസത്തിന് ശേഷം വളത്തിന് ശേഷമുള്ള പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ളത് നോക്കുന്നു. സോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്താണ്, സെക്കൻഡറി ഇൻഫോർമേഷനാണ് കളക്ട് ചെയ്യുന്നത്, പ്രൈമറി ഇൻഫോർമേഷൻ അല്ല. ഓക്കെ, അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള, അതായത് ഈ മരം വളരുന്നതിൻ്റെ കാരണമായിട്ടുള്ള വെയിലുണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്, സോയിലുണ്ട്, അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. സോ ഇതിനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനോ അതിൻ്റെ എഫക്റ്റ് കൊണ്ടാണോ വളർന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റിയിട്ടില്ല. സോ ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഡാറ്റ അവിടെ എന്തെല്ലാം റിലയബിൾ അല്ലാതെ വരും. സോ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരിട്ട് പോയിട്ട് ഒരു 10 ചെടികൾ ചെയ്തിട്ട് ആ 10 ചെടികളിൽ വളം ഇട്ട് കൊടുക്കുന്നു, 10 ചെടികൾ വളം ഇട്ട് കൊടുക്കാതിരിക്കുന്നു. ഈ 10 ചെടികൾക്ക് എന്ത് കൊടുക്കുന്നു, നമ്മൾ സാമ്പിളായിട്ട് എടുത്ത 10 ചെടികൾക്ക് അതായത് സൺലൈറ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്നു, മറ്റുള്ള വേരിയബിൾസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നു. മറ്റൊരു 10 സാമ്പിളിൽ എന്ത് ചെയ്യുന്നു, അതിനും മറ്റുള്ള ഈ പറഞ്ഞ വെയിൽ, അതുപോലെ തന്നെ സൺലൈറ്റ്, അതുപോലെ തന്നെ മണ്ണ്, ഇവിടെ എന്താണ് കൊടുത്തത് അത് തന്നെ കൊടുക്കുന്നു. സോ ഇവിടെ കൊടുക്കുന്നത് എന്താണോ വളം, അത് മാത്രം ഇവിടെ ആബ്സെൻ്റ് ആക്കുന്നു, ഈ 10 സാമ്പിളിൽ ആബ്സെൻ്റ് ആക്കുന്നു. സോ നമുക്ക് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ കൃത്യമായിട്ടുള്ള കൺട്രോൾ പ്രൈമറി ഡാറ്റയിലുണ്ട്. പക്ഷേ സെക്കൻഡറി ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കതിൽ എന്തില്ല, ഇൻവോൾവ്മെൻ്റ് ഇല്ല. സോ when the researcher requires control over the data collection process, ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രൈമറി ഡാറ്റ തന്നെ കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചിലൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രൈമറി ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്, സെക്കൻഡറി ഡാറ്റയല്ല. ദെൻ വെൻ ദ റിസർച്ച് റിക്വയേഴ്സ് കറൻറ്റ് ഓർ അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻസ് വേണം എങ്കിൽ അതിനും ബെറ്റർ ഇത് തന്നെയാണ്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യൽ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു. ഈ പ്രൈമറി ഡാറ്റ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, നമുക്ക് ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഡെസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ മീൻ, മീഡിയൻ, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളാണ്, അതായത് കൈ-സ്ക്വയർ ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അതായത് പാരാമെട്രിക് ടെസ്റ്റുകളും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. സോ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഓക്കെ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ വരുന്ന കണ്ടന്റ് അനാലിസിസ് ചെയ്യാം, കോഡിങ് ചെയ്യാം, ഡാറ്റ വിഷ്വലൈസേഷൻ, അങ്ങനെ പ്രൈമറി ഡാറ്റ അനാലിസിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഡെസ്ക്രിപ്റ്റീവ്, ഇൻഫറൻഷ്യൽ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, കണ്ടന്റ് അനാലിസിസ്, കോഡിങ്, ഡാറ്റ വിഷ്വലൈസേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്താണ്, നമ്മൾ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്താണ്, ഗവൺമെൻറ് സോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ഡാറ്റാസ് കിട്ടും. അവിടെയുള്ള തീസിസുകൾ, ആർട്ടിക്കിളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGOസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ഡാറ്റ കിട്ടും. കൊമേഴ്ഷ്യൽ സോഴ്സുകളുണ്ട്, നമുക്കിപ്പോൾ ഒരു ബാങ്കിൻ്റെ പെർഫോമൻസ് ഒക്കെയാണ് വേണ്ടെങ്കിൽ, ബാങ്കിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും, ബ്ലൂംബർഗ്, അതുപോലുള്ള കുറേയധികം സെക്കൻഡറി കൊമേഴ്ഷ്യൽ സോഴ്സുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡാറ്റാസ് കിട്ടും. ഓക്കെ, ദെൻ അടുത്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് സോഷ്യൽ മീഡിയ. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡറി ഡാറ്റ കിട്ടും. ഓക്കെ, ദെൻ അടുത്താണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ആൻഡ് ആർച്ചീവ്സ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകളും ആർച്ചീവ്സും നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണൽ കോൺടാക്റ്റ് മുഖാന്തരവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്ന് പറയുന്നത്. സോ ദെൻ അടുത്തതാണ് പർപ്പസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. എന്തിനാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ ചൂസ് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റയ്ക്ക് പകരം? കോസ്റ്റ് ആൻഡ് ടൈം എഫിഷ്യൻസി. നമുക്ക് പെട്ടെന്ന് ഡാറ്റ വേണമെങ്കിൽ കോസ്റ്റ് ആൻഡ് ടൈം എഫക്റ്റീവായിട്ട് നമുക്ക് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യലാണ് ബെറ്റർ. കമ്പാരിറ്റീവ് സ്റ്റഡീസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ SBI എന്ന് പറയുന്ന ബാങ്കും അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ നോക്കണമെങ്കിൽ, നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സെക്കൻഡറി സോഴ്സുകളൊക്കെ ഉണ്ട്. സോ അവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസ്, അതായത് നമുക്ക് ഒരു വർഷത്തെ അല്ല 2, 3, 4 വർഷത്തെ ഒരു
ട്രെൻഡിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ അത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് 2017 മുതൽ 2024 വരെയുള്ള ട്രെൻഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസ് ആണ്. സോ നമുക്ക് സെക്കൻഡറി ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോങ് പീരീഡ് എടുത്ത് പഠിക്കുന്ന പഠനമാണ് ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസ്. അതുകൊണ്ട് സെക്കൻഡറി ഡാറ്റയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെ കുറിച്ചൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സെക്കൻഡറി ഡാറ്റയേ ഉള്ളൂ. കാരണം നമുക്ക് പഴയകാല ഏടുകളും പുസ്തകങ്ങളും അൽമനാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഹിസ്റ്റോറിക്കൽ റിസർച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അതെന്താണ്, സെക്കൻഡറി ഡാറ്റയാണ്. ഓക്കെ, സോ ലാർജ് സ്കെയിൽ സ്റ്റഡീസൊക്കെ പഠിക്കാനും നമുക്ക് എന്താണ് നല്ലത്, സെക്കൻഡറി ഡാറ്റയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡാറ്റയുടെ പർപ്പസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഡെസ്ക്രിപ്റ്റീവ് അനാലിസിസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ഡാറ്റ അനാലിസിസിലുള്ള ഡെസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, മീൻ, മീഡിയൻ മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. സെക്കൻഡറി ഡാറ്റ അനാലിസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഫറൻഷ്യൽ അനാലിസിസ്, അനോവ, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, അതുപോലുള്ള പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെല്ലാം നമുക്ക് ലോജിറ്റ് റിഗ്രഷൻ, അതുപോലെ തന്നെ പ്രോബിറ്റ് റിഗ്രഷൻ, അതുപോലെ തന്നെ ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ പോലുള്ള ഡാറ്റ അനാലിസിസ് ഒക്കെ എവിടെയും ചെയ്യാൻ പറ്റും, സെക്കൻഡറി ഡാറ്റയിലും നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടന്റ് അനാലിസിസ് നമുക്ക് സെക്കൻഡറി ഡാറ്റ അനാലിസിസിൽ ചെയ്യാൻ പറ്റും. ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസ് അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, 2019 എത്രയാണ്, 2020 എത്രയാണ്, ടൈം സീരീസ് അനാലിസിസ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, സെക്കൻഡറി ഡാറ്റയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈമറിയിൽ നമുക്ക് അങ്ങനെ ടൈം സീരീസ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കണ്ടന്റ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും, സ്പേഷ്യൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും, മെറ്റ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിരിക്കേണ്ട മെയിനായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു അനാലിസിസാണ് മെറ്റ അനാലിസിസ് എന്ന് പറയുന്ന അനാലിസിസ്. അതായത് നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഉറവെടുത്തൊരു അനാലിസിസാണ് മെറ്റ അനാലിസിസ് എന്ന്. അവരിപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസാണ്. എന്താണ് ഈ മെറ്റ അനാലിസിസ് എന്ന് പറയുന്നത്? മെറ്റ അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു രോഗത്തെക്കുറിച്ച്, ഒരു പാൻഡമിക് സിറ്റുവേഷനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഒരു നാട്ടിൽ, ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരു പാൻഡമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വൈറൽ രോഗമാണ് അല്ലേ. അപ്പോൾ അത് പടർന്ന് പിടിക്കുന്ന രോഗമാണ്, അതിനെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ വസൂരി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ കുരങ്ങ് പനി, അതുപോലെ തന്നെ തക്കാളി പനി, അങ്ങനെ ഒരുപാട് പാൻഡമിക്സ് ഉണ്ടല്ലോ. സോ ഇതിനെക്കുറിച്ചെല്ലാം പല രാജ്യങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ സാഹചര്യത്തിലാണ് 2019 COVID-19 എന്ന് പറയുന്ന ഒരു രോഗം നമ്മളുടെ ഈ ലോകത്ത് വരുന്നത്. സോ അവിടെ എന്താ ചെയ്യുന്നത്, ഈ COVID-19 എന്ന് പറയുന്നതും ഒരു പാൻഡമിക് സിറ്റുവേഷനാണ്, ശരി, പകർച്ചവ്യാധി പോലുള്ള ഒരു സിറ്റുവേഷനാണ്. സോ നേരത്തെ നമ്മൾ വരുന്ന പകർച്ചവ്യാധികൾക്ക്, ചിക്കൻ ബോക്സ് പോലുള്ള പകർച്ചവ്യാധികൾക്ക് എന്തൊക്കെ റെമഡീസ് ആണോ എടുത്തത്, സോ ആ റെമഡീസ് തന്നെ നമുക്ക് എവിടെയും നമുക്ക് ചൂസ് ചെയ്യാം. കുറച്ചൊക്കെ മാറ്റം വരുത്താം, എന്നാൽ പണ്ട് എന്തൊക്കെ റെമഡീസ് ആണ് എടുത്തത് അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള പാൻഡമിക് സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള ഡോക്ടർമാർ ചെയ്ത റിസർച്ച് വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കളക്ട് ചെയ്യും. സോ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് എന്താണ്, സെക്കൻഡറി ഡാറ്റയാണ്. സോ ഈ വോൾ സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസ് നടത്തും. ഇതിനാണ് വിളിക്കുന്നത് മെറ്റ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മെറ്റ അനാലിസിസിൽ ക്വാളിറ്റേറ്റീവും അതുപോലെ തന്നെ മൊറോവർ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് എന്ത് ചെയ്യുന്നത്, അനാലിസിസ് നടത്തുന്നത്. മെറ്റ അനാലിസിസിൽ കൂടുതലും ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റുകൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. സോ മെറ്റ അനാലിസിസിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് ആണ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റ അനാലിസിസ് റിസർച്ചുകൾ ചെയ്യുന്നുണ്ട്, നമ്മളോട് മനസ്സിലാക്കിയത്. സോ അത് സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ച് ചെയ്യുന്ന അനാലിസിസ് ആണ് മെറ്റ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. സോ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ഏതൊക്കെ വരും, ഡെസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഇൻഫറൻഷ്യൽ അനാലിസിസ്, കണ്ടന്റ് അനാലിസിസ്, ടൈം സീരീസ്, സ്പേഷ്യൽ ആൻഡ് മെറ്റ അനാലിസിസ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം, സോഴ്സ് ഓഫ് ടെർഷ്യറി ഡാറ്റ. ടെർഷ്യറി ഡാറ്റയുടെ സോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിക്ഷണറീസ് ഉണ്ട്, എൻസൈക്ലോപീഡിയ ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റാ ബേസുകൾ, ബിബ്ലിയോഗ്രഫി. ഡിക്ഷണറി എന്ന് പറയുന്നത് ടെർഷ്യറി ഡാറ്റയാണ്. എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് ടെർഷ്യറി ഡാറ്റയാണ്. അതെന്താ ടെർഷ്യറി ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ്, അതായത് ഇതൊക്കെ നോക്കി, ഇപ്പോൾ ഡിക്ഷണറി അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വേറെ കുറേ ആളുകൾ അവരുടെ ഇൻഫോർമേഷൻസ് അവരവരുടെ ബുക്കുകളിലോ ജേണലുകളിലോ കൊടുത്തിട്ടുണ്ടാവും. ആ ജേണലുകളിലും ആർട്ടിക്കിളുകളിലും കൊടുത്തിരിക്കുന്ന ആ വിവരങ്ങളുടെ ഒരു എന്താണ്, അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടുള്ളൊരു ചെറിയൊരു സോഴ്സായിട്ട് ഉള്ള സംഭവമാണ് എൻസൈക്ലോപീഡിയ, ശരിയല്ലേ. ഡാറ്റാബേസും അങ്ങനെ തന്നെയാണ്, ബിബ്ലിയോഗ്രഫീസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലഘുലേഖ പോലുള്ള സംഭവമാണെന്ത്, ഈ ടെർഷ്യറി ഡാറ്റ എന്ന് പറയുന്നത്. സോ
പ്രൈമറി ഡാറ്റയുടെയും സെക്കൻഡറി ഡാറ്റയുടെയും ഒരു മിക്സപ്പ് ആയിട്ടും ചെയ്യുന്ന ഒരു സോഴ്സാണ് എന്ത്, ടെർഷറി ഡാറ്റ എന്ന് പറയുന്നത്. സോ ടെർഷറി ഡാറ്റയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഡിക്ഷണറീസ്, എൻസൈക്ലോപീഡിയ, ഡാറ്റാബേസ്, ബിബ്ലിയോഗ്രഫീസ് ഒക്കെയാണ് അതിൻ്റെ ടെർഷറി സോഴ്സ് എന്ന് പറയുന്നത്. സോ ബിബ്ലിയോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ, അതായത് നമുക്ക് ഇൻറ്റൻഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്കുകളെ കുറിച്ച് നമുക്കറിയണം. സോ ഈ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് ആരൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സ്കോപ്പസ് പോലുള്ള സോഴ്സ്, അപ്പോൾ നമ്മൾ എവിടെ പോവാം, സ്കോപ്പസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഡാറ്റാബേസിൻ്റെ സോഴ്സ് ഉണ്ട്. സോ ആ സോഴ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കീ വേർഡായിട്ടുള്ള ഈ വേർഡ് അടിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ അടിച്ചു കൊടുക്കുക, ഈ നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ആളുകളുടെ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചാണ്. സോ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് എത്രത്തോളം റിസർച്ച് ആർട്ടിക്കിളുകൾ ഉണ്ട് സ്കോപ്പസ് എന്ന് പറയുന്ന സോഴ്സിലുണ്ട്, വെബ് ഓഫ് സയൻസ് എന്ന് പറയുന്ന സോഴ്സിലുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ അധികം ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഏതൊക്കെ രാജ്യങ്ങളിൽ എത്ര റിസർച്ചുകൾ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ എത്രണ്ണം ചെയ്തിട്ടുണ്ട്, അത് 2000 മുതൽ 2024 വരെയുള്ള ട്രെൻഡ് എങ്ങനെയാണ്, കൂടുകയാണോ കുറയാണോ ചെയ്തത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിനൊക്കെ നമ്മൾ എടുക്കുന്നത് എന്താണ്, ടെർഷറി ഡാറ്റാസാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ ഒരു എക്സ് എന്ന് പറയുന്ന ജേണലിൽ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ചെയ്തു. ഓക്കെ, നിങ്ങളൊരാൾ വൈ എന്ന് പറയുന്ന ജേണലിൽ എന്ത് ചെയ്തു, കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റി ആർട്ടിക്കിൾ ചെയ്തു. അങ്ങനെ പല ആളുകൾ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പല വ്യത്യസ്ത ആളുകൾ A to Z ജേണലുകളിലേക്ക് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ഡാറ്റ എടുക്കണമെങ്കിൽ അതെന്താണ്, സെക്കൻഡറി ഡാറ്റയാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഈ ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്, ഇത് ഒരു സോഴ്സാണ്. സ്കോപ്പസ് അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് ഒരു ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ ഡാറ്റാബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആരൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വർഷങ്ങളിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു സോഴ്സാണ്. സോ ഇതാണ് ടെർഷറി ഡാറ്റ എന്ന് പറയുന്നത്. സോ സോഴ്സ് ഓഫ് ടെർഷറി ഡാറ്റയിൽ വരുന്നത് ഡിക്ഷണറി, എൻസൈക്ലോപീഡിയ, ഡാറ്റാബേസ്, ബിബ്ലിയോഗ്രഫീസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, സോ ടെർഷറി ഡാറ്റ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് അടുത്തതാണ്, നമ്മളൊരു MCQ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി പർപ്പസ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ ഈസ് ടു. ദ പ്രൈമറി പർപ്പസ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ, അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നുള്ളതാണ്. വാലിഡേറ്റ് എക്സിസ്റ്റിംഗ് തിയറീസ് വിത്ത് ന്യൂ ഇൻഫോർമേഷൻ. വാലിഡേറ്റ് എക്സിസ്റ്റിംഗ് തിയറീസ് വിത്ത് ന്യൂ ഇൻഫോർമേഷൻ. പുതിയ ഇൻഫോർമേഷനെ എന്ത് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു. വാലിഡേറ്റ് എക്സിസ്റ്റിംഗ് തിയറി വിത്ത് ന്യൂ ഇൻഫോർമേഷൻ. എക്സിസ്റ്റിംഗ് തിയറീനെ പുതിയ ഇൻഫോർമേഷൻ തമ്മിൽ വാലിഡേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് പ്രൈമറി പർപ്പസ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. അടുത്ത ഓപ്ഷൻ പറയുന്നു, സമ്മറൈസ് ദ ഫൈൻഡിങ് ഫ്രം വേരിയസ് സ്റ്റഡീസ്. പല സ്റ്റഡീസിലുള്ള ഫൈൻഡിങ്സിനെ സമ്മറൈസ് ചെയ്യുന്നതാണ്. അതെന്താണ്, സെക്കൻഡറി ഡാറ്റയാണ്. പ്രൊവൈഡ് ഫസ്റ്റ് ആൻഡ് എവിഡൻസ് ഫോർ റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യനുള്ള ഫസ്റ്റ് ആൻഡ് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സോ അത് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, കമ്പൈൽ ഡാറ്റ ഫ്രം പബ്ലിഷ്ഡ് സോഴ്സ്. പബ്ലിഷ്ഡ് സോഴ്സുകളിൽ നിന്ന് ഡാറ്റ കമ്പൈൽ ചെയ്യുന്നത് എന്താണ്, സെക്കൻഡറി ഡാറ്റയാണ്. സോ റൈറ്റ് ആൻസർ ഏതാണ്, C ആണ്. പ്രൊവൈഡ് ഫസ്റ്റ് ആൻഡ് എവിഡൻസ് ഫോർ റിസർച്ച് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യനുള്ള, നമ്മുടെ ചോദ്യത്തിനുള്ള ഫസ്റ്റ് ആൻഡ് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്, പ്രൈമറി ഡാറ്റയിൽ നിന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ C ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെത്തേഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മെത്തേഡാണ് പ്രൈമറി ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെത്തേഡ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മറ്റൊരാളുടെ റിസർച്ച് ആർട്ടിക്കിളുകൾ നമ്മൾ വായിക്കുന്നതാണ്. സോ അതെന്താണ്, സെക്കൻഡറി ഡാറ്റയാണ്. സർവേ ക്വസ്റ്റിനെയർ വെച്ച് സർവേ ഡാറ്റ കളക്ട് ചെയ്യാം. സോ അതെന്താണ്, അത് പ്രൈമറി, നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ്. സോ സർവേ ക്വസ്റ്റിനെയർ കറക്റ്റാണ്. ഡാറ്റ മൈനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ മൈൻ ചെയ്യുന്നതാണ്. സോ അതും സെക്കൻഡറി ആണ്. ഡാറ്റാബേസ് അനാലിസിസ് അതും എന്ത് തന്നെയാണ്, അതും സെക്കൻഡറി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സർവേ ക്വസ്റ്റിനെയർ ആണ്. അതാണ് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് B, സർവേ ക്വസ്റ്റിനെയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. വിച്ച് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ അനലൈസിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ് മെറ്റ അനാലിസിസ്. നമ്മൾ പഠിച്ചാണ് മെറ്റ അനാലിസിസ് ഏതാണ്, അത് നമ്മളെ സംബന്ധിച്ച് സെക്കൻഡറി ഡാറ്റക്കാണ് മെറ്റ അനാലിസിസ് ചെയ്യുന്നത്. മറ്റുള്ള ആർട്ടിക്കിളുകളുടെ ഒരു സമ്മറി ചെയ്യുന്നതാണ് ഇത് മെറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. സോ അത് പ്രൈമറി ഡാറ്റയല്ല, സെക്കൻഡറി ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. തീമാറ്റിക് അനാലിസിസ് ഉണ്ട്, ലിറ്ററേച്ചർ സിന്തസിസ് ഉണ്ട്, സൈറ്റേഷൻ അനാലിസിസ് ഉണ്ട്. സോ സൈറ്റേഷൻ അനാലിസിസും സെക്കൻഡറി ആണ്. ലിറ്ററേച്ചർ സിന്തസിസും എന്താണ്,
അതും സെക്കൻഡറി ആണ്. തീമാറ്റിക് അനാലിസിസ്, അതായത് കളക്ട് ചെയ്ത ഡാറ്റ തീമായിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? തീമാറ്റിക് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ പ്രൈമറി ഡാറ്റ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? തീമാറ്റിക് അനാലിസിസ് അല്ലെങ്കിൽ കണ്ടന്റ് അനാലിസിസ് ആണ്. നമ്മൾ സെക്കൻഡറി ഡാറ്റയിലും കണ്ടന്റ് അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റയിലും യൂസ് ചെയ്യാറുണ്ട്. എനിവേ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ തീമാറ്റിക് അനാലിസിസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് സെക്കൻഡറി ഡാറ്റ ഈസ് ടു. അതായത് സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നുള്ളതാണ്. കളക്ട് ന്യൂ ഇൻഫോർമേഷൻ ഡയറക്ട്ലി ഫ്രം ദ സോഴ്സ് അല്ല, അത് പ്രൈമറി ആണ്. ഓക്കെ, സോ കളക്ട് ന്യൂ ഇൻഫോർമേഷൻ ഡയറക്ട്ലി ഫ്രം ദ സോഴ്സ് എന്താണ്? പ്രൈമറി ഡാറ്റ കളക്ഷൻ ആണ്. സെക്കൻഡറി ഡാറ്റയുടെ പ്രൈമറി പർപ്പസ് എന്താണെന്ന് ചോദ്യം. യൂസിങ് പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ ടു സപ്പോർട്ട് റിസർച്ച്, നമ്മുടെ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത് ട്രൂ ആണ്. വേരിഫൈ ദ ആക്യുറസി ഓഫ് പ്രൈമറി ഡാറ്റ, പ്രൈമറി ഡാറ്റയുടെ ആക്യുറസി നോക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അത് തെറ്റാണ്. ജനറേറ്റ് ന്യൂ പ്രൈമറി ഡാറ്റ ഫോർ സ്പെസിഫിക് സ്റ്റഡി, അതും തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ബി ആണ്. യൂസ് പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ ടു സപ്പോർട്ട് റിസർച്ച്, നമ്മുടെ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഡാറ്റയുടെ പ്രൈമറി പർപ്പസ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ? ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നേരിട്ട് ചെല്ലുന്നതാണല്ലോ, സോ പ്രൈമറിയാണ്. പബ്ലിഷ്ഡ് ജേണൽ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആരോ ചെയ്ത റിസർച്ച് ആർട്ടിക്കിളുകൾ വായിക്കുന്നതാണ്. സോ അത് നമ്മളെ സംബന്ധിച്ച് പ്രൈമറി അല്ല, സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സ് ആണ്. സോ ബി ആണ് ആൻസർ. നമുക്ക് അടുത്തതും കൂടി നോക്കാം. ഫീൽഡ് ഒബ്സർവേഷൻ, ഫീൽഡ് ഒബ്സർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഇത് ഫീൽഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റലും എന്താണ്? അതും ഡയറക്റ്റ്ലി പ്രൈമറി ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ബി, പബ്ലിഷ്ഡ് ജേണൽ ആർട്ടിക്കിൾസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സ് ഏതാണ്? ഇതിൽ 4 പബ്ലിഷ്ഡ് ജേണൽ ആർട്ടിക്കിൾ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ അനലൈസിങ് സെക്കൻഡറി ഡാറ്റ? സെക്കൻഡറി ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ്. സെക്കൻഡറി ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഗ്രൗണ്ടഡ് തിയറി, കണ്ടന്റ് അനാലിസിസ്, പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ, എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. നമുക്കറിയാം എക്സ്പെരിമെൻ്റൽ ഡിസൈനും പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷനൊക്കെ എന്താണ്? പ്രൈമറി ഡാറ്റ അനാലിസിസിൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സെക്കൻഡറി ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പാർട്ടിസിപ്പേഷൻ ഒബ്സർവേഷനും എക്സ്പെരിമെൻ്റൽ ഡിസൈനും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? അത് തീർച്ചയായിട്ടും പ്രൈമറി ഡാറ്റയുടെ ഇത് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ വരുന്നതാണ് ഗ്രൗണ്ടഡ് തിയറി ആൻഡ് കണ്ടന്റ് അനാലിസിസ്. നമ്മൾ സെക്കൻഡറി ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടന്റ് അനാലിസിസ് ആണ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യണത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പ്രൈമറി ഡാറ്റയ്ക്കും നമ്മൾ കണ്ടന്റ് അനാലിസിസ് എന്ത് ചെയ്യാറുണ്ടെങ്കിലും സെക്കൻഡറി ഡാറ്റയിലാണ് കൂടുതലും കണ്ടന്റ് അനാലിസിസ് ചെയ്യാറ്. ദെൻ വാട്ട് ഈസ് ഗ്രൗണ്ടഡ് തിയറി? ഗ്രൗണ്ടഡ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അതും സെക്കൻഡറി ഡാറ്റയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സംഭവം തന്നെയാണ്. അതായത് നമ്മളുടെ എന്താണ് മാർക്സിസം, അതുപോലെ തന്നെ നെപ്പോട്ടിസം, അങ്ങനെയുള്ള കുറേ ഗ്രൗണ്ടഡ് തിയറീസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രൗണ്ടഡ് തിയറി എന്ന് വിളിക്കുന്നത്. സോ അതും സെക്കൻഡറിയിൽ വരുന്നതാണ്. പക്ഷേ അതൊരെന്തല്ല, അതൊരു മെത്തേഡല്ല. വിച്ച് മെത്തേഡ്? കോമൺലി ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് അല്ല ഏത്? ഈ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്. ഗ്രൗണ്ടഡ് തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിയറിയാണ്, അല്ലാതെ ഒരു ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി അല്ലാത്തത് കൊണ്ടാണ് ഗ്രൗണ്ടഡ് തിയറി അതിൽ വരാത്തത്. സോ കറക്റ്റായിട്ട് വരുന്നത് എന്താണ്? കണ്ടന്റ് അനാലിസിസ് ആണ് അത് അവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ചീപ്പർ ടു ഒബ്റ്റെയിൻ. നമുക്ക് പ്രൈമറി ഡാറ്റ വളരെ എളുപ്പത്തിൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി സെക്കൻഡറി ഡാറ്റയാണ് ചീപ്പർ ടു ഒബ്റ്റെയിൻ ആയിട്ട് പറയേണ്ടത്. ദെൻ പ്രൈമറി ഡാറ്റ ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ, എളുപ്പത്തിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നു. അടുത്തത്, ഇറ്റ് പ്രൊവൈഡ് കറൻറ്റ് ആൻഡ് സ്പെസിഫിക് ഇൻഫോർമേഷൻ. കറൻറ്റ് ഇൻഫോർമേഷനാണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും ട്രൂ ആയിട്ടുള്ളത് എന്താണ്? നമുക്ക് സി ആയിട്ടാണ് തോന്നുന്നത്. ഡി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ് ടു കളക്ട്. ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മതി. സെക്കൻഡ് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമയം കുറവ് വേണ്ടത്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ചധികം സമയം വേണ്ടി വരും. സോ ദ റൈറ്റ് ആൻസർ ഈസ് സി, ഇറ്റ് പ്രൊവൈഡ് കറൻറ്റ് സ്പെസിഫിക് ഇൻഫോർമേഷൻ. അത് എന്ത് ചെയ്യുന്നു? നമുക്ക് കറൻറ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഈ പറയുന്ന പ്രൈമറി ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി ഡാറ്റ? താഴെ കൊടുത്തിരിക്കുന്നതിൽ സെക്കൻഡറി ഡാറ്റ അല്ലാത്തതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി ഡാറ്റ? ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതോ ഒരെണ്ണം സെക്കൻഡറി ഡാറ്റ അല്ല, നോട്ട് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി ഡാറ്റ. സോ ഗവൺമെൻറ് റിപ്പോർട്ട് എന്താണ്? സെക്കൻഡറി ഡാറ്റയാണ്. അക്കാഡമിക് ജേർണൽസ് ആർട്ടിക്കിൾസ്,
മറ്റൊരാൾ ചെയ്ത ജേണൽ ആർട്ടിക്കിളുകൾ, ഓക്കെ, ഞാൻ ചെയ്ത റിസർച്ച് വർക്കുകൾ ഏതോ ജേണലിൽ പബ്ലിഷ് ചെയ്തു. സോ അതാണ് അക്കാഡമിക് ജേണൽ ആർട്ടിക്കിൾ. അത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? അത് സെക്കൻഡറി ഡാറ്റയാണ്. ഡാറ്റ കളക്ടഡ് ഫ്രം സർവേ യു കണ്ടക്റ്റഡ്, നിങ്ങൾ സർവേ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്താണ്? അത് പ്രൈമറിയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ സെക്കൻഡറി. ഓക്കെ, അപ്പോൾ ഇത് പ്രൈമറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡറി ആണ്, ഇതും സെക്കൻഡറി ആണ്, പക്ഷേ ഇതെന്താണ്? പ്രൈമറി ആണ്. ദെൻ അടുത്തതാണ് കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? അതും എന്താണ്? സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ സെക്കൻഡറി ഡാറ്റ അല്ലാത്തത് ഏതാണ്? സി ആണ്. ഡാറ്റ കളക്ടഡ് ഫ്രം സർവേ യു കണ്ടക്റ്റഡ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ സി, ഡാറ്റ കളക്ടഡ് ഫ്രം എ സർവേ യു കണ്ടക്റ്റഡ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോന്ന് അനലൈസ് ചെയ്യാം. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കസ് ഗ്രൂപ്പ്, ഓക്കെ, എന്താണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ? അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ആളുകളെ കുറിച്ച് പഠിക്കണം. അതായത് നമുക്കിപ്പോൾ ട്രൈബൽ ഏരിയയിലുള്ള ആളുകളെ കുറിച്ചൊരു പഠനം നടത്താനുണ്ട്. ട്രൈബൽ ഏരിയയിലുള്ള ആളുകളുടെ ജീവിതശൈലിനെ കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മൾ എന്താ ചെയ്യുക? കേരളത്തിലുള്ള ട്രൈബൽ ഏരിയയിലുള്ള ആളുകളുടെ അടുത്തേട്ട് പോകും. ഓക്കെ, അതല്ലെങ്കിൽ തീരദേശ മേഖലയിലുള്ള ആളുകളുടെ ജീവിതശൈലിനെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ടെന്ന് വിചാരിച്ചു. സോ നമ്മൾ എന്ത് ചെയ്യുക? തീരദേശ മേഖലകളിൽ നിന്ന് ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്യും. സോ അവരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കില്ല കൂടുതൽ കളക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് കളക്ട് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റിനെയറുകളൊന്നും കൃത്യമായിട്ട് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു ഡിസ്കഷൻ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പോൾ നമ്മൾ കോസ്റ്റൽ ഏരിയാസ് എടുക്കുകയാണ്, അതായത് തീരദേശ ഏരിയകൾ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു 2 or 3 തീരദേശ പ്രദേശങ്ങൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സാമ്പിളിംഗ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ കേരളത്തിന് വടക്കൻ മേഖലയുള്ള ഒരു തീരദേശ പ്രദേശം എടുത്തിട്ട് അവിടുന്ന് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താക്കും? ഒരു ഫോക്കസ് ഗ്രൂപ്പ് ആക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മധ്യ കേരളത്തിൽ നിന്ന് ഒരു 10 പേരടങ്ങുന്ന ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ നമ്മൾ എന്ത് ഉണ്ടാക്കും? ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കും. എല്ലാ ഗ്രൂപ്പിലും 10 പേര് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ജീവിതശൈലിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ 10 പേരെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യങ്ങൾ ചോദിച്ച് ഡിസ്കസ് ചെയ്തു, ഒരു സാധനം എഴുതി വെച്ചു, അതിൻ്റെ റിപ്പോർട്ട് എഴുതി വെച്ചു. അടുത്ത 10 പേരെടുത്ത് ചോദിച്ചു, അവരുടെ അടുത്തുനിന്നും റിപ്പോർട്ട് എഴുതി വെച്ചു. അടുത്ത 10 പേരെടുത്തും ചോദിച്ച് റിപ്പോർട്ട് എഴുതി വെച്ചു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ആദ്യം ചോദിച്ച 10 പേരെടുത്ത് ചോദിച്ച അതേ ചോദ്യങ്ങൾ രണ്ടാമത്തെ ആളുകളുടെ അടുത്ത് ചോദിച്ചു. മൂന്നാമത്തെ ടീമുകളുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും മൂന്നാമത്തെ ഫോക്കസ് ഗ്രൂപ്പുകാരെന്ത് ചെയ്തു? നമുക്ക് എക്സ്ട്രാ കുറേ ഇൻഫോർമേഷൻസ് കൂടി വീണ്ടും ഇങ്ങോട്ട് തന്നു. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഇൻഫോർമേഷൻസ് വീണ്ടും ഇങ്ങോട്ട് തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾക്ക് ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ അടുത്തും രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അടുത്തും ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. എക്സ്ട്രാ ഇൻഫോർമേഷൻ ഈ തേർഡ് ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വന്നിട്ട് ഇവർ പറഞ്ഞ ആ ഒരു കണ്ടന്റ് ഇവർക്കുമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. സോ അവർ വീണ്ടും മറുപടി വരും, സെക്കൻഡ് ഗ്രൂപ്പ് മറുപടി വരും. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പുകാർ എന്ത് ചെയ്യും? നമ്മൾ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയും. എക്സ്ട്രാ അവർ വേറൊരു തോട്ടിനെ കുറിച്ചും അവർ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ആരോട് ചോദിച്ചിട്ടില്ല? 3ൻ്റെ അടുത്തും 1ൻ്റെ അടുത്തും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തേർഡ് ഗ്രൂപ്പിൻ്റെ അടുത്തും ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അടുത്തും വീണ്ടും ചോദിക്കും. സോ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ ഇതെന്താണ്? ഇതൊരു പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് എന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്. ഓക്കെ, ദെൻ അടുത്താണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ, നേരിട്ട് പോയി ഒബ്സർവ് ചെയ്യാം. സോ അതും എന്താണ്? പ്രൈമറി ഡാറ്റയാണ്. ദെൻ ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ട്, എക്സ്പെരിമെൻ്റ് ഉണ്ട്. എക്സ്പെരിമെൻ്റ് ഏതാണെങ്കിലും എന്ന് തന്നെയാണ്, പ്രൈമറി ഡാറ്റയാണ്, നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻറ്റ്. ദെൻ വാട്ട് ഈസ് പ്രൈമറി അല്ലാത്തതാണ്, നോട്ട് എ പ്രൈമറി ഏതാണ്? ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ എന്താണ്? സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ആണ്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ? ഏതാണ് റൈറ്റ് ആൻസർ? ലിറ്ററേച്ചർ റിവ്യൂ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡറി ഡാറ്റ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. സെക്കൻഡറി ഡാറ്റ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്താണ്? ബീയിങ് കളക്റ്റഡ് ഫസ്റ്റ് ഹാൻഡ് ബൈ ദ റിസർച്ചർ. അതായത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് റിസർച്ചർ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണെന്നുള്ളതാണ്. സോ അതെന്താണ്? ഇത് പ്രൈമറി ഡാറ്റയുടെ ഒരു ക്യാരക്ടറാണ്. ബീയിങ് പ്രീ എക്സിസ്റ്റിംഗ് ഡാറ്റ യൂസ്ഡ് ഫോർ ന്യൂ റിസർച്ച്. അതായത് ബീയിങ് പ്രീ എക്സിസ്റ്റിംഗ് ഡാറ്റ യൂസ്ഡ് ഫോർ ന്യൂ റിസർച്ച്. ബീയിങ് ലെസ് റിലയബിൾ ദാൻ പ്രൈമറി ഡാറ്റ.
ബീങ് മോർ ടൈം കൺസ്യൂമിങ് ടു കളക്ട് ദാൻ പ്രൈമറി ഡാറ്റ. അതായത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ബീങ് മോർ ടൈം കൺസ്യൂമിങ് ആണ്. പ്രൈമറി ഡാറ്റേനേക്കാൾ ടൈം കൺസ്യൂമിങ് ആണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബീങ് ലെസ് റിലയബിൾ ദാൻ പ്രൈമറി ഡാറ്റ, പ്രൈമറി ഡാറ്റേനേക്കാളും ലെസ് റിലയബിൾ ആണ് എന്ന് സെക്കൻഡറി ഡാറ്റ പറയുന്നു. ബീങ് പ്രീ എക്സിസ്റ്റിംഗ് ഡാറ്റ യൂസ്ഡ് ഫോർ ന്യൂ റിസർച്ച്, പ്രീ എക്സിസ്റ്റിംഗ് ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ബീങ് പ്രീ എക്സിസ്റ്റിംഗ് ഡാറ്റ യൂസ്ഡ് ഫോർ ന്യൂ റിസർച്ച്. ഓക്കെ, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എന്ത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ? അപ്പോൾ പ്രൈമറി ഡാറ്റയെ കുറിച്ചും സെക്കൻഡറി ഡാറ്റയെ കുറിച്ചും ആണ് താഴെയുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിലേതാണ് ട്രൂ എന്നുള്ളതാണ്. പ്രൈമറി ഡാറ്റ ഈസ് ഓൾവേസ് മോർ റിലയബിൾ ദാൻ സെക്കൻഡറി ഡാറ്റ. അതായത് സെക്കൻഡറി ഡാറ്റേനേക്കാൾ കുറേ അധികം റിലയബിൾ ആണ് ഇത് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നു. ഓക്കെ, സോ അത് ശരിയാണ്. സെക്കൻഡറി ഡാറ്റേനേക്കാൾ കുറച്ചുകൂടി റിലയബിൾ ആണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ഈസ് കളക്റ്റഡ് ആഫ്റ്റർ പ്രൈമറി ഡാറ്റ. അതങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൈമറി ഡാറ്റ ഈസ് ഓഫൺ മോർ സ്പെസിഫിക് ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻ ദാൻ സെക്കൻഡറി ഡാറ്റ. ഓക്കെ, പ്രൈമറി ഡാറ്റ ഈസ് ഓഫൺ മോർ സ്പെസിഫിക് ടു റിസർച്ച്, അതായത് കുറച്ചുകൂടി റിസർച്ചിനോട് സ്പെസിഫിക് ആണ് എന്ന് പറയുന്നു ദാൻ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നു. സോ അതും കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡറി ഡാറ്റ ഈസ് ഓൾവേസ് ലെസ് എക്സ്പെൻസീവ് ടു കളക്ട് ദാൻ പ്രൈമറി ഡാറ്റ. ഓക്കെ, പ്രൈമറി ഡാറ്റ അതായത് സെക്കൻഡറി ഡാറ്റ ഈസ് ഓൾവേസ് ലെസ് എക്സ്പെൻസീവ് ടു കളക്ട് ദാൻ പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യണതിനേക്കാളും കുറച്ചുകൂടി ചിലവ് കുറവാണെന്ത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നു. ഓക്കെ, സോ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ്? പ്രൈമറി ഡാറ്റ ഓഫൺ മോർ സ്പെസിഫിക് ടു റിസർച്ച് ദാൻ സെക്കൻഡറി ഡാറ്റ. അതായത് സെക്കൻഡറി ഡാറ്റേനേക്കാളും കുറച്ചുകൂടി സ്പെസിഫിക് ആണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നതാണ് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പ്രൈമറി ഡാറ്റ ഈസ് ഓൾവേസ് മോർ റിലയബിൾ ദാൻ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. പ്രൈമറി ഡാറ്റ ഈസ് ഓഫൺ മോർ സ്പെസിഫിക് ടു റിസർച്ച്. അതായത് പ്രൈമറി ഡാറ്റ എപ്പോഴും കുറച്ചുകൂടി സ്പെസിഫിക് ആണ്, നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ്. സോ സെക്കൻഡറി ഡാറ്റേനൊക്കെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന റിസർച്ച് ഏതാണ്? പ്രൈമറി ഡാറ്റയാണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആയിട്ട് വരാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് 4ഉം ശരിയായിട്ട് തോന്നും. ഈ പറഞ്ഞതിൽ 3 ഏകദേശം ശരിയാണ്. ബി ഓപ്ഷൻ മാത്രമാണ് പ്യുവർലി തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. എയും സിയും ഡിയും ഏകദേശം കുറച്ചൊക്കെ ശരിയുണ്ട്. എന്നാലും സി ആണ് കുറച്ചും കൂടിയും നല്ല റെലവൻ്റ് ആയിട്ടുള്ളൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് അനലൈസിങ് സെക്കൻഡറി ഡാറ്റ? ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണെന്നുള്ളതാണ്. സോ മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, കണ്ടന്റ് അനാലിസിസ് ഉണ്ട്, കേസ് സ്റ്റഡി അനാലിസിസ് ഉണ്ട്, ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഓക്കെ, കേസ് സ്റ്റഡി അനാലിസിസും എന്താണ്? നമ്മൾ സെക്കൻഡറി ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അതാണ് പ്രൈമറി ആയിട്ട് ഡാറ്റകൾ. കണ്ടന്റ് അനാലിസിസ് എന്താണ്? സെക്കൻഡറി ഡാറ്റയിൽ ചെയ്യും. കണ്ടന്റ് അനാലിസിസ് സെക്കൻഡറിയിലും ചെയ്യും, പ്രൈമറിയിലും ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അതുകൂടി മനസ്സിലാക്കിയിരിക്കുക. ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ഏതായാലും നേരിട്ട് ചെയ്യുന്നതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് അനലൈസ് സെക്കൻഡറി ഡാറ്റ? സെക്കൻഡറി ഡാറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത മെത്തേഡ് ഏതാണ്? ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സെക്കൻഡറി ഡാറ്റ ഈസ്. ഓക്കെ, നമ്മൾ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് അപ് ടു ഡേറ്റ്. ഓക്കെ, അതായത് സെക്കൻഡറി ഡാറ്റ എപ്പോഴും അപ് ടു ഡേറ്റ് ആണെന്ന് പറയുന്നു. അത് ശരിയാണ്, അപ് ടു ഡേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ക്വിക്ക്ലി ആൻഡ് ലോ കോസ്റ്റ്. നമുക്ക് എളുപ്പത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, ലോ കോസ്റ്റിൽ കളക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കറക്റ്റാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ നോക്കാം. ഇറ്റ് ഈസ് ടൈലേഡ് ടു റിസർച്ച് സ്പെസിഫിക് നീഡ്സ്. അല്ല, ഒരിക്കലും ടൈലേഡ് അല്ല. അത് റോ ഫോർമാറ്റിലേക്ക് കിടക്കുന്നത്, നമ്മൾ അതിനെന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. സോ സി തെറ്റാണ്. ഇറ്റ് റിക്വയർസ് നോ ഫർദർ അനാലിസിസ്. ഫർദർ അനാലിസിസ് ഒന്നും വേണ്ടാന്ന്. അല്ല, സെക്കൻഡറി ഡാറ്റയ്ക്ക് നമുക്ക് ഇടുന്ന ഡാറ്റ റോ ഫോർമാറ്റാണ്. നമ്മളതിന് കുറേ അനാലിസിസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്രോസസ്സ് ചെയ്തിട്ട് അനാലിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ബി ആണ്. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ക്വിക്ക്ലി ആൻഡ് അറ്റ് ലോ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡാറ്റയുടെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ക്വിക്ക്ലി അറ്റ് ലോ കോസ്റ്റ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ സെക്കൻഡറി ഡാറ്റാസും നമുക്ക് എളുപ്പത്തിൽ ഒബ്റ്റൈൻ ചെയ്ത് ലോ കോസ്റ്റിൽ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ വായിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല പേയ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ എനിവേ പ്രൈമറി ഡാറ്റേനെയൊക്കെ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും ലോ കോസ്റ്റിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പ്രൈമറി ഡാറ്റ നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എഫേർട്ട്
ഒരുപാട് എഫേർട്ട് കൂടുതലാണ്, അതുപോലെ തന്നെ ചിലവും നമ്മളതനുസരിച്ച് കൂടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടേർഷ്യറി ഡാറ്റ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ടേർഷ്യറി ഡാറ്റയുടെ എക്സാമ്പിൾ? ഇൻ്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാബേസ്, എൻസൈക്ലോപീഡിയ, ഫീൽഡ് നോട്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ടെർഷ്യറി ഡാറ്റ നമ്മൾ പഠിച്ചാണ്, എൻസൈക്ലോപീഡിയ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇൻ്റർവ്യൂസ്, ട്രാൻസ്ക്രിപ്റ്റും, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാബേസ്, ഫീൽഡ് നോട്ടൊക്കെ എന്താണ്? അതെല്ലാം സെക്കൻഡറി ഡാറ്റയാണ്. എൻസൈക്ലോപീഡിയ ആണ് ടേർഷ്യറി ഡാറ്റ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് എ, കണ്ടന്റ് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. കണ്ടന്റ് അനാലിസിസ് പ്രൈമറി ഡാറ്റക്കും സെക്കൻഡറി ഡാറ്റക്കും യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റാണ്, രണ്ടിനും നമ്മൾ കണ്ടന്റ് അനാലിസിസ് യൂസ് ചെയ്യാറുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ആർ കോമൺലി യൂസ്ഡ് ടു അനലൈസ് സെക്കൻഡറി ഡാറ്റ. ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് എന്തിനാണ്? സെക്കൻഡറി ഡാറ്റ അനാലിസിസിന് വേണ്ടിയാണ്. അല്ല, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് നമ്മൾ പ്രൈമറി ഡാറ്റയാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് എ മാത്രമാണ് അവിടെ കറക്റ്റായിട്ട് വരിക. സോ എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ് ആണ് വരേണ്ടത്, ആൻസർ വരേണ്ടത്. സോ ഓപ്ഷൻ എ ആണ്. എ ഈസ് ട്രൂ ബട്ട് ബി ഈസ് ഫോൾസ്. ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് എ, പ്രൈമറി ഡാറ്റ ഈസ് ജനറലി കൺസിഡേർഡ് മോർ റിലയബിൾ ഫോർ സ്പെസിഫിക് റിസർച്ച് പർപ്പസ്. പ്രൈമറി ഡാറ്റ ഈസ് ജനറലി കൺസിഡർ മോർ റിലയബിൾ ഫോർ സ്പെസിഫിക് റിസർച്ച് പർപ്പസ്. കുറച്ചുകൂടി റിലയബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണ്. ബി, സെക്കൻഡറി ഡാറ്റ ഈസ് മോർ റിലയബിൾ ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ അനലൈസ്ഡ്. സെക്കൻഡറി ഡാറ്റയാണ് കുറച്ചും കൂടി റിലയബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം കറക്റ്റ്. അതിലേതാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് എ ആണ് കറക്റ്റ്, ബി എന്നാണ് ഫോൾസ് ആണ്. സെക്കൻഡറി ഡാറ്റ പ്രൈമറി ഡാറ്റേനേക്കാൾ റിലയബിൾ ആണെന്ന് പറയുന്നത് തെറ്റാണ്. പ്രൈമറി ഡാറ്റയാണ് കുറച്ചുകൂടി റിലയബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, കാരണം നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ പ്രൈമറി ഡാറ്റ വിൽ ബി മോർ റിലയബിൾ ദാൻ സെക്കൻഡറി ഡാറ്റയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ എ ഈസ് ട്രൂ ബട്ട് ബി ഈസ് ഫോൾസ് ആണ്. ഓക്കെ, സോ എനിവേ നമ്മൾ ഇന്ന് കുറേ പ്രൈമറി ഡാറ്റയെ കുറിച്ചും സെക്കൻഡറി ഡാറ്റയെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.